ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള 2-3 സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ നല്ല ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. ഒരു കപ്പ് റവ എടുത്തിട്ട് ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ഫൈനായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്ര പൊടിച്ചെടുത്തിട്ട് വരും. റവയായിരുന്നാൽ ഒരുപാട് ഫൈനായിട്ട് പൊടിയില്ല, അത് കാരണം പറഞ്ഞ് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഫൈനാക്കിക്കോളാം. റവ എടുത്ത് അതേ കപ്പിൽ തന്നെ ചിരകിയ നാളികേരം എടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് വരാം. റവയും നാളികേരം കൂടി യോജിപ്പിച്ചെടുത്തു. ഇത് മാറ്റി വെക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിന് പകരം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യ് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കണ റവയുടെയും നാളികേരത്തിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നെയ്യിൽ നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. റവ നല്ലോണം റോസ്റ്റ് ആയിട്ടാ, പക്ഷെ കളർ മാറിയിട്ടില്ല. ഈ പാകത്തിന് വേണം റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇത് നല്ലോണം റോസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മണം വരും. ഇത് മാറ്റിയിട്ട് 1/2 കപ്പ് പാല് ചൂടാകും. ഈ മിക്സ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. ഇപ്പം നല്ല ചൂടുണ്ട്. മിക്സ് ഒന്ന് തണുക്കുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്. ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ലൈറ്റായിട്ട് ഈ മിക്സിന് ചൂടുണ്ടാവണം കേട്ടോ, ഒരുപാട് തണുത്ത് പോവരുത്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. നെയ്യ് എല്ലായിടത്തേക്കും ആവാൻ പാകത്തിന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടുള്ള പാലാണ് കേട്ടോ ചേർക്കണേ. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് സ്പൂണിൽ മിക്സ് ചെയ്യുക, അതിൻ്റെ ശേഷം കയ്യിൽ മിക്സ് ചെയ്താൽ മതി. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുവിട്ടാൽ ഈ പാകത്തിന് വേണം നമുക്ക് ഈ മിക്സ് എടുക്കാം. അതനുസരിച്ച് പാല് ചേർക്കാൻ പാടുള്ളൂ, ഒരുപാട് പാല് കൂടുതലാവരുത്. ഈ മിക്സ് ഇനി നമ്മൾ ഷേപ്പാക്കി എടുക്കാൻ പോവുകയാണ്. ഞാൻ ഷേപ്പാക്കാനായിട്ട് സേവനാഴി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അച്ചിട്ട് കൊടുക്കാം. അതിലും നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ വയ്ക്കുക. മിക്സ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഈ സാധനത്തിൽ നെയ്യ് പുരട്ടിയിട്ട് ഇട്ടാൽ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് മാറ്റിയിട്ട് സേവനാഴി തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഈ നടുക്കൊന്ന് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോഴ്സിലല്ല, പതുക്കൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അച്ച് ഊരി മാറ്റാം. അപ്പം കറക്റ്റ് ആ ഷേപ്പ് കിട്ടി. മിക്സ് നമ്മൾ അടിഭാഗത്ത് കൂടി എടുക്കാത്തതിൻ്റെ കാരണം സേവനാഴിയുടെ അടിഭാഗം മടങ്ങിയിരിക്കണ കാരണമാണ് തിരിച്ച് വെച്ച് നമ്മൾ കുത്തിയെടുക്കണം കേട്ടോ. നമുക്ക് ഇതെടുത്ത് മാറ്റാം. നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തു. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.